കാണുന്നത് നമ്മുടെ സ്ലോവാക്യ ചിപ്പാണ് കേട്ടോ. സ്ലോവാക്യ. താങ്ക് യു സോ മച്ച്. മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഹലോ, യു ക്യാൻ നോട്ടെ. ചാവോ ചാവോ. യെസ്, അങ്ങനെ നമ്മള് സ്ലോവാക്യയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പുതിയ രാജ്യമായിട്ടുള്ള സ്ലോവാക്യയിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ട്രെയിന്. ഇങ്ങനെ വേണം ഇറങ്ങി വരാനായിട്ട് കേട്ടോ. ഓ, നല്ല വെയിലുണ്ട് കേട്ടോ. ഇറ്റ്സ് സോ സണ്ണി ബ്രോ. Sorry? It's so sunny. Yeah. ഓ, ഭയങ്കര വെയിൽ കേട്ടോ. It's too hot few last times. And we are not adapted for these high temperatures. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നുകൊണ്ടാണ് ലാസ്റ്റ് 3 വർഷമായിട്ട് നല്ല ചൂടെന്നാണ് പറയുന്നത്. ഇവർ ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടിട്ടില്ല. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും ഇങ്ങനെയാണ്. മാത്രമല്ല ഹംഗറിയിലും ഭയങ്കര ചൂട്. പുള്ളിക്കാരൻ ട്രെയിനിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അത് കാണുന്നതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല രസമുണ്ട് കേട്ടോ. പഴയ ട്രെയിനുകൾ, അത് സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ഒക്കെയാണ് ആ ട്രെയിനിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റേഷൻ എല്ലാം തന്നെ പഴയ സ്റ്റേഷനാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടുത്തെ കല്ലും സംഭവങ്ങളും എല്ലാം പഴയതാണ്. ഇറ്റ്സ് വെരി ഓൾഡ് സ്റ്റേഷൻ. വാട്ട് ബ്രോ? It's very old station. How many year old? This station building is from 70s, from early 70s. So it's a little more than 50 years old. നല്ല പഴക്കമാണ്. The old station building was on this place where the first and the second platform are. Yeah? And the old station building from 19th century was destroyed and newer was built on another place. ഓക്കെ. പഴയതായിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ അവർ പൊളിച്ചു മാറ്റിയിട്ട് പുതിയത് നിർമ്മിച്ചു. ആ കാണുന്ന പുതിയ ഒരു പ്ലാറ്റ്ഫോം ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ദാണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ പേര് നിൽപ്പുണ്ട്. ഇവിടെ നമ്മൾ ഫിസിക്കലായിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു. 2 യൂറോയാണ് ഇവിടുന്ന് മാർഗക്കാണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അതായത് ജസ്റ്റ് ഒരു 10-40 മിനിറ്റിൻ്റെ റൈഡിന് 180 ഇതാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത്. ഇവിടെ ഒരു ടിക്കറ്റിൻ്റെ ബോർഡും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ലോബി ഏരിയ. ഇവിടെ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചിലപ്പോൾ എന്താ പറയുക, ആളുകൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സൗഹൃദപരമായിരിക്കും. കാരണം ഇത് സെൻട്രൽ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയില്ല, കുറച്ച് ഈസ്റ്റേൺ ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ചുകൂടെ നല്ലവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഫ്രണ്ട്ലി ഇനത്തിൽ. നമ്മൾ ആക്ച്വലി ഒരു ചെറിയൊരു ബാറിലോട്ട് വന്നതാണ്. ബാറിലോട്ട് നമ്മൾ വെറുതെ കുറച്ച് സമയമുള്ളത് കൊണ്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ പേരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനിലൂടെ തന്നെയാണ്. ഈ ഒരു സംഭവം കണ്ടില്ലേ, നമ്മൾ ഇവിടെ ഒരു ബാർ ടേബിളിൽ ഇവിടെ മെനുവിൽ കൊഫോള എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കൊഫോള എന്ന് പറയുന്ന സംഭവത്തിന് ഒരു വലിയൊരു ട്രഡീഷനുണ്ട്. 1/2 ലിറ്ററിന് അതിൻ്റെ വില വരുന്നതെന്ന് പറയുമ്പോൾ ഒരു 180-230 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. 1/2 ലിറ്ററിൻ്റെ ഇതിന് വില വരുന്നത്. അതായത് പണ്ട് ചെക്കോസ്ലോവിയ കാലത്ത്, പണ്ട് കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ്റെ സമയത്ത്, കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൊക്കക്കോളയ്ക്ക് പകരമായിട്ട് എന്താ പറയുക, ഈ ഒരു സംഭവത്തിനെ മാറ്റാൻ വേണ്ടി കൊക്കക്കോളയെ മാറ്റി എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു കോള പോലത്തെ ഉള്ള ഒരു സംഭവമാണ് കൊഫോള. അതിപ്പോഴും ഫേമസ് ആണ്. കോളയും കാട്ടി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൊഫോള എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഹിസ്റ്ററി വളരെ സംഭവമുണ്ട്. അവർ എന്താ പറയുക, ക്യാപിറ്റലിസം ഒഴിവാക്കാൻ വേണ്ടി കൊഫോള കണ്ടുപിടിച്ചു. ആ കൊഫോള ഇപ്പോഴും ഉണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഒരു ബിയറും ഓർഡർ ചെയ്തു. Cheers. Cheers. How do you say cheers? Nazdravie. Nazdravie. Nazdravie എന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. നമ്മളങ്ങനെ അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ ഭാഗത്തോട്ടുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രസ് അമക്കുമ്പോഴാണ് ഇത് നമുക്ക് താന്ന് തരുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല സീറ്റാണല്ലോ. ഉണ്ടല്ലേ, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സീറ്റ്. നമുക്ക് ബാഗ് വയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ട്. നല്ല രസമുണ്ട്. അത്യാവശ്യം AC ഒക്കെ ഉണ്ട് ഇതിൽ. കുട തൂക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കർട്ടനൊക്കെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഗ്ലാസിൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ വേസ്റ്റ് ഇടാനായിട്ട് എല്ലായിടത്തും ഇതുപോലെ തന്നെ അവരുടെ ട്രെയിനിലുണ്ട്. പിന്നെ ഇത് നമുക്ക് മടക്കി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടേബിൾ. അങ്ങനത്തെ കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടേബിളിന് വേണ്ടി. കൊള്ളാം കേട്ടോ. പുള്ളിക്കാരൻ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഹൗ ഇസ് ഇന്ത്യൻ റെയിൽവേ?
very good. You like Slovak or Better than I expected because I heard about a lot of delays in India and larger than in Slovakia. Yes, but luckily, no delay much. Luckily, every train I used in India has been delayed to 10 minutes. 10 minutes, okay. അവൻ ഡിലേയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഡിലേ അവൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 2 ആഴ്ച മുമ്പ് എന്തോ നമ്മുടെ കൊങ്കൺ റെയിൽവേയിൽ എന്തോ 35 മണിക്കൂർ നമ്മുടെ ദുരന്തോ എക്സ്പ്രസ് ലേറ്റ് ആയിട്ടുണ്ട്. റീസെന്റ് 2 weeks ago in India one train got delay for 35 hours. How many? 35 hours. 25. 35. Wow. ഞാനും ലാസ്റ്റ് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ 10-15 മണിക്കൂറൊക്കെ. കാരണം ഡൽഹിയിൽ ഫോഗൊക്കെ കൊണ്ടാകുമ്പോൾ ഭയങ്കര ലേറ്റ് ആവാറുണ്ട്. കൊള്ളാം കേട്ടോ. ഇവിടെ AC ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ AC ഒക്കെ ഉണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്തിടാം. പിന്നെ വൈഫൈ ഉണ്ട്. ഇവിടെ ട്രെയിനിലൊക്കെ അതാണ്ട് ഗ്രാഫിറ്റി പെയിൻറ്റിംഗ് ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ യങ് കലാകാരന്മാരാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. ഇല്ലീഗലായിരിക്കണം, എന്നാലും ആരെങ്കിലുമൊക്കെ ഒളിച്ചിരുന്നൊക്കെ വരച്ച് വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. നമ്മളങ്ങനെ ട്രെയിനിലെ യാത്ര ആരംഭിച്ചു. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പോയാൽ വേറെ ഇതാണ്. ഇതിനെക്കാട്ടി നല്ലതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഫുള്ള് പച്ചപ്പും ഹരിതാപകരവും. നമ്മുടെ ഒരു സ്ലൊവേനിയ, നമ്മുടെ ഓസ്ട്രിയൊക്കെ പോലുള്ള അവിടെയുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ട്രെയിൻ പോകുന്നത് ചെറിയ ചെറിയ വില്ലേജുകൾ താണ്ടിയും ചെറിയ ചെറിയ പുഴകളൊക്കെ താണ്ടിയാണ് പോകുന്നത്. നമ്മളിങ്ങനെ മാർഗസാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ മാർഗസാനി എന്ന് പറയുന്ന ബോർഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയൊരു വില്ലേജ് ആണ് കേട്ടോ. നല്ലൊരു രസമുണ്ട് ആക്ച്വലി. നമ്മൾ ആക്ച്വലി വേറൊരു ട്രെയിൻ ആയിരുന്നു എടുക്കേണ്ടത്. ആ ട്രെയിൻ മിസ്സായത് കൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെ ഇവിടെ വന്നു. ഇനി നമ്മൾ വീണ്ടും ഒരു ബസ് ടിക്കറ്റ് എടുത്തിട്ട് വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് പുള്ളിയുടെ ഒരു ചെറിയൊരു ടൗണിലോട്ട് പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം, നല്ല മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനും കാലാവസ്ഥയും കേട്ടോ. നല്ല രസം. ഇറ്റ്സ് സോ നൈസ് പ്ലേസ്, സോ ഗുഡ് നേച്ചർ, യുനോ. ഇറ്റ്സ് സോ നൈസ്. അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു ട്രെയിൻ സ്റ്റേഷനും ചെറിയൊരു ടൗണാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയൊരു വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ബസ്സിന് വേണ്ടി ഒരു 7 മിനിറ്റോളം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാം. ബസ് ആക്ച്വലി ഇല്ല. ബസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ട്രെയിൻ എടുത്ത് പോവാണ്. വേറൊരു ചെറിയ ട്രെയിൻ. 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് ട്രെയിനിന് വേണം നമ്മൾ വെറും 50 രൂപ കൊടുക്കണം കേട്ടോ. നല്ല 50 രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റൂ. മിനിറ്റുകൾക്കാവും പല പല ട്രെയിനുകൾ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റീജിയണൽ ട്രെയിനാണ് ഈ കാണുന്നതെല്ലാം. ഏർലി 70s ഒരു ലോക്കോമോട്ടീവാണ് നിങ്ങൾ ആ കാണുന്നത്, സ്ലോവാക്യയുടെ. പിന്നെ ഗൊറില്ല എന്നാണ് ഇവർ പറയുന്നത്, ഗൊറില്ല. എന്നിട്ടും അവർ പണ്ടത്തെ സംഭവം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ട്രെയിനുകളിലെല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പോവേണ്ട നമ്മുടെ റീജിയണൽ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിലോട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പുതിയ മോഡൽ ട്രെയിനാണ്. ഞാൻ കണ്ടിട്ട് ട്രാം പോലെയാണ് തോന്നിയത്, പക്ഷേ അത് ട്രെയിനിലാണ്. ഇതിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ട്രെയിനുകളിലൊക്കെ നമുക്ക് സൈക്കിൾ കയറ്റി കൊണ്ടുപോകാം എന്നതാണ് ഇവിടുത്തെ ട്രെയിനുകളുടെ മറ്റൊരു എന്താ പറയുക നല്ലൊരു സംവിധാനം എന്ന് പറയുന്നത്. നല്ല AC ഒക്കെ ഉണ്ട്, മനോഹരമാണല്ലോ. ഇവരുടെ ഈ ട്രെയിനുകൾ ഇവിടെ കാട്ടിലൂടെയൊക്കെ കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചെറിയ സ്റ്റോപ്പുകളിലൊക്കെ അവർ വണ്ടി കൊണ്ട് നിർത്തുന്നുണ്ട്. ഒരു റീജിയൻ സ്റ്റോപ്പാണ്. ഈ ഒരു 8 കിലോമീറ്ററിൻ്റെ അകത്ത് 3 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോപ്പിൻ്റെ പേര് ജവോക്കയാ, ജക്ലോസി എന്നാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ നമ്മുടെ ഗൽനിക്കയിലോട്ട് എത്തിയിട്ടുണ്ട്. ഗൽനിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ എത്തിയത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആക്ച്വലി വെളുത്ത ആളുകൾ മാത്രമല്ല, അതായത് ഇവരുടെ യൂറോപ്യൻ വെളുപ്പുണ്ടല്ലോ, ആ ഒരു വെളുപ്പ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു നിറമല്ലേ, ഒരു കാപ്പിപ്പൊടി കളർ, ആ ഒരു എൻ്റെ ഒരു നിറമല്ലേ, അങ്ങനത്തുള്ള ആളുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഈസ്റ്റേൺ യൂറോപ്പിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അവരെ പറയുന്ന ജിപ്സീസ് എന്നാണ് പറയുന്നത്. അതായത് പണ്ടത്തെ സമയങ്ങളിൽ ഏൻഷ്യൻ ടൈമിൽ
ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ കുടിയേറിയ ആളുകളാണ്. അവർ യൂറോപ്പിലോട്ട് വന്നു. അവരുടെ ആൾക്കാരാണ് ഇപ്പോഴും നമുക്ക് എന്താ പറയുക ഇതുപോലുള്ള എൻ്റെ നിറമുള്ള അല്ലെങ്കിൽ കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു സ്ലോവാക്യൻസ് ആയിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ പറയുന്നത് ജിപ്സീസ് എന്നാണ്. അപ്പോൾ അവർ എന്താ പറയുക ചില നമുക്ക് കാണാൻ കഴിയും. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു തരാൻ കഴിയും. ഇപ്പോഴത്തെ ഈ രാജസ്ഥാൻ ഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ പണ്ട് കുടിയേറിയ. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട് എനിക്കറിയില്ല എവിടെയാണെന്ന്. ഒരു ചെറിയൊരു ഭയങ്കര ക്വൈറ്റായിട്ടുള്ള ഒരു ചെറിയൊരു ടൗണാണ്. നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി പഴികകളാണ്. ട്രീയും ഫുള്ള് നേച്ചറായിട്ടുള്ള പ്രദേശം. നമ്മൾ നടന്നങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ ഹലോ ഹലോ. നമ്മൾ അങ്ങനെ സ്ലോവാക്യൻ ടൗൺ പ്രദേശത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, അവരാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആൾക്കാർ. ഇപ്പോൾ കണ്ട അവർ ജിപ്സീസാണ്. ജിപ്സീസ് എന്ന് പറയുമ്പം ഈ ഒരു സൊസൈറ്റിയിൽ നല്ലവരായിട്ട് ജീവിക്കുന്ന കുറേ ജിപ്സീസ് ഉണ്ട് നോർമലായിട്ട്. ബട്ട് കുറേയധികം ജിപ്സീസ് എന്താ പറയുക ഇതുപോലെ ആളുകളിൽ നിന്ന് ഭിക്ഷ തെണ്ടിയും ഇതുപോലെയൊക്കെ അലഞ്ഞു തിരിഞ്ഞും ജോലിയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ നടക്കുന്നവരൊക്കെയാണ്. വീടുകളൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേ ജിപ്സീസ് ഉണ്ട്. ഇവിടെയുള്ള വീടുകളെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. കുറേ കളർ പെയിൻ്റ് അടിച്ച്. Where do you live? Here in Galnica, in this part of town. Where is your house? It's not visible now. Okay. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. Bro, do you think that some people here they will think that I am gypsy? It is possible. Yeah. ചിലപ്പോൾ അവർ വിചാരിക്കും ഞാനും ജിപ്സി ആണെന്ന് വിചാരിക്കും. പിന്നെ ഇതുപോലെ ബാഗ് തൂക്കി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഞാൻ സ്ലിപ്പർ റൂട്ട് റോഡിലൂടെ ഇങ്ങനെ നടന്ന എന്നെ അവർ ജിപ്സി എന്ന് വിചാരിച്ചു ചിലപ്പോൾ അടുപ്പിക്കുകയും പോലും ഇല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണ്. വെൽക്കം ടു യുവർ ഹൗസ്. Welcome to my home. Come. Yes, let's go. Wow, you have a fridge magnet fridge. Come. ഒരു ഫ്രിഡ്ജും മുഴുവൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്. കുളിച്ച് റെഡിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. പുള്ളിക്കാരൻ്റെ വീടാണ് കേട്ടോ. ഇതൊരു ലിവിങ് ഏരിയ ആണ്. പുള്ളിക്കാരൻ്റെ ഒരു ലിവിങ് ഏരിയ ആണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു വീട്. ഇവിടെ പുള്ളിക്കാരൻ കുറച്ച് കേക്കൊക്കെ കൊണ്ടുവന്ന് എനിക്ക് വെച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മാർക്കറ്റിലോട്ട് വന്നതാണ്. ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു. കുറച്ച് ചെറിയ കുളിരൊക്കെ തോന്നുന്നുണ്ട്. ഇത് 800 വർഷം പഴക്കമുള്ള ഒരു ചെറിയൊരു ടൗണാണ്. കുറേ ഹിസ്റ്റോറിക്കൽ പാർട്ടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് വാട്ട് ഈസ് ഫ്രഷ്? It's the name of സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൻ്റെ പേരാണ് ഫ്രഷ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് കഴിക്കാൻ വേണ്ടിയൊക്കെയാണ് കേട്ടോ പ്ലാന്. നല്ല രസമുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 8 മണിയായി. 8 മണിയായപ്പോഴേക്കും ഇവിടെ ഒരു ഇരുട്ട് ആവുന്നതിൻ്റെ ഒരു അംശം കാണാനില്ല. ഒരു 9-9:30 മണിയാവും കേട്ടോ ഇവിടെ ഇരുട്ടൊക്കെ ആവാനായിട്ട്. നല്ല രസമുണ്ട്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. This is a traditional bread? It's not especially traditional, it's just Common one. What's the name of this bread? റൊഷക്ക് എന്ന് പറയുന്ന ബ്രെഡാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ബ്രെഡൊക്കെ വാങ്ങാനുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. പുള്ളിയുടെ വീടിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇവരുടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടുകൾ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീടുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലും തടി വെച്ചാണ് മുകൾ ഭാഗമൊക്കെ അവരാക്കി വെച്ചിരിക്കുന്നത്. നല്ല എല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് ഈവനിങ് നടന്നുകൊണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി ആക്കിയതാണ്. പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ട്. ബട്ട് ഗേൾഫ്രണ്ട് ഈസ് ഔട്ട് ഓഫ് ടൗൺ. പുള്ളിക്കാർ വേറെ എന്തോ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് ഔട്ട് ഓഫ് ടൗൺ ആണ്. അപ്പം പുള്ളിക്കാരനും ഗേൾഫ്രണ്ടും കൂടിയാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. വീടുകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വഴികളും ഈവൻ കളറൊക്കെ നല്ല രസമുണ്ട് വീട്ടിൻ്റെ. ഈ കാണുന്നത് ഇവരുടെ ട്രഡീഷണൽ പഴയ വീടുകളൊക്കെയാണ്. അതിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഓടിട്ട വീടില്ലേ ആ സെയിം സംഭവം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഇതുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതേ ഓടിട്ട വീടുകളാണ്. ഇവിടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയ തരത്തിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഭയങ്കര പുതിയതല്ല, ഇതൊക്കെ എന്നാലും കുറച്ച് പഴമയുള്ളതാണ്. എല്ലാ വീടുകൾക്കും കുറച്ച് ഇതുപോലുള്ള സ്പേസ് ഉണ്ട്. നമ്മളൊരു 100 മീറ്റർ മല കയറിയപ്പോൾ തന്നെ തണുപ്പ് നല്ലതുപോലെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന ഒരു ചെറിയൊരു കഫേയിലോട്ട് നമ്മൾ വന്നതാണ്. മലമുകളിലെ കഫേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, നമ്മുടെ കൊഫേള, നമ്മുടെ കൊക്കക്കോളയ്ക്ക് പകരമായിട്ട് വന്ന ഒരു സാധനം, അത് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു കഫേ പ്ലസ് ബാറാണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ ദിസ് ഇസ് കൊഫേള. ഓ, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൊഫോള. കൊള്ളാമല്ലോ, ഇത് കറക്റ്റ് ബിയറൊക്കെ പോലെ ഇരിക്കുന്നു. ഇതാണ് കേട്ടോ സാധനം. ലുക്സ് സോ നൈസ്. അടിപൊളി സാധനം. How is it here? Nazrave. കറക്റ്റ് ഒരു കൊക്കക്കോളയുടെ ടേസ്റ്റ് അല്ല. Good. കൊള്ളാം കേട്ടോ. ഒരു നമുക്ക് എന്താ പറയാ, ഒരു ചെറിയൊരു നമ്മുടെ പൾപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസില്ലേ, ആ ഒരു സംഭവം ടേസ്റ്റാണ്. കറക്റ്റ് ഒരു കൊക്കക്കോളയുടെ അല്ല, എന്നാലും കുറച്ച് അടുത്ത് വന്നിട്ടുണ്ട് ആ ഒരു ടേസ്റ്റാണ്. ഈ കാണുന്നത് നമ്മുടെ സ്ലോവാക്യ ചിപ്പാണ് കേട്ടോ. സ്ലോവാക്യ. താങ്ക് യു സോ മച്ച്. സ്ലോവാക്യക്കാര് ഹൈക്കിനൊക്കെ പോകുമ്പോ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഹൊറക്കി എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഇത് സ്ലോവാക്യക്കാരുടെയാണ്. നമ്മൾ സ്ലോവാക്യൻ ചിപ്സും കഴിച്ചുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാണ്, നമ്മൾ ബ്രോൻ്റെ അടുത്ത് പറയാണ്, പാവം പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, കുഴപ്പമില്ലാതെ. ഇതാണ് വേറെ കുറച്ച് സംഭവങ്ങള്. ഹൗ യു സേ? ക്രൂമുക്കി. And this one? Chips. Okay. ഇത് പൊട്ടാറ്റോ ചിപ്സ്. Is potato? Yeah, it is made by potato. ഇതും പൊട്ടാറ്റോ എന്നുള്ള ചിപ്സ് ആണ്. ഇത് ക്രൂംകി കഴിച്ച് പുള്ളിക്കാരി പറയുകയാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയണോ കേട്ടോ. ഓക്കെ. Smile. അവരെന്തോ കോഡ് ഭാഷയിൽ സംസാരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ പേര് ഡിയാന എന്നാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ തത്താർത്തി എന്ന് പറയുന്ന ഒരു സാധനമാണ്. തത്താർത്തി ഇവരുടെ നാഷണൽ ആൽക്കഹോൾ ആണ്. ചായ് ടീ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇത് ടീ അല്ല, സംഭവം ആൽക്കഹോൾ ആണ്. തത്താർത്തി പല വ്യത്യസ്തമായിട്ടുള്ള ആൽക്കഹോൾ ആണ് കേട്ടോ. ഇവിടെ ജൂ ബോക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ജൂ ബോക്സ്, ഇതിൽ അവർക്ക് ടൈപ്പ് ചെയ്തിട്ട് മ്യൂസിക് ഇടാവുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഓ, ഇതിൽ നിന്നാണ് അവര് പാട്ട് കേൾക്കുന്നത്. നമ്മൾ ഇതിൽ പൈസ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഓൾറെഡി ഒരാളുടെ 1.45 യൂറോസ് കിടക്കുവാണ്. നമുക്ക് പൈസ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടാക്കാം. ഇന്റർനെറ്റ് വെച്ചല്ല ഇത് പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ ഇത് എറിഞ്ഞ് അമ്പയത്ത് കളിക്കാൻ വേണ്ടി പോവാണ്. യെസ്, യു ക്യാൻ നോട്ടെ. പുള്ളിക്കാരന്റെ എതിരാളി ഞാനാണ്. യെസ്. വാവ്. Oh. Okay. Oh, shit. It's good. Good. Very good. Oh, shit. Super. You're better than me. Oh, shit. You're still better than me. No. Here are my points. Okay. And here are your points. എനിക്ക് 269, ബ്രോയിന് 275. ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടുന്ന ആൾക്കാർക്കാണ് ഇതാക്കുന്നത്. 0 ആക്കണം കേട്ടോ. 0 ആക്കാൻ വേണ്ടി ലാസ്റ്റ് നമ്മൾ 2-ൽ വന്നിരിക്കുവാണെങ്കിൽ രണ്ടാമത്തേൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പോയിന്റ് എടുത്തിട്ട് 0 ആക്കണം. എന്റെ പോയിന്റ് 23, പുള്ളിയുടെ പോയിന്റ് 26. എനിക്ക് ഇവിടെ 0 ആക്കണം. പുള്ളിക്കാരൻ ഇത് ഇവിടെ വന്ന ഒരാളാണ്, അപ്പൂപ്പനാണ്.
No. Hej, a widzisz ten pomnik? ഞാൻ ഒരു കുപ്പി കൊഫോള കുടിച്ച് ഇരിക്കുമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരൻ പറയാം, നീ എന്റെ ഗസ്റ്റ് ആണ്, നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് വയറ് നിറഞ്ഞിരുന്നിട്ടും പുള്ളിക്കാരൻ കൊഫോള വാങ്ങിച്ചു തന്നു. ഞാൻ കൊഫോളയും കുടിച്ചിരിക്കുകയാണ്. Nie rób to. Miasie co to woda. Diana just thought she's on the video because this Diana lied her. It's terrible. I feel like drunk. ഇവിടെ ഒരു ഡിയാന ഉണ്ട്. ഇവിടെ It's terrible. I feel like drunk because. ഇവിടെ ഫുട്ബോൾ കളിച്ചോ. Just play. കേട്ടോ, ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും ഭയങ്കര ചില്ലാണ്. Yes, 3, 2, 1, start. Oh, start. Lobici. Oh. Stop it! Oh. Go. Raz, 2, 3. Oh. Do not grill. Do not grill. No. This what you do. ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൽനിക്ക എന്ന് പറയുന്ന ഒരു ചെറിയ സ്ലോവാക്യൻ ഗ്രാമത്തിലാണ്. നമ്മുടെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് ബ്രോ. നമ്മുടെ ബ്രോയാണ് കേട്ടോ, പുള്ളിക്കാരൻ്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. മോർണിംഗ്. Could you repeat it, please? I just said morning. Dobre rano. ദൊബ്രയാണോ എന്നാണ് ഇവർ മോർണിംഗിനെ പറയുന്നത്. അപ്പം ഞാൻ ഒലിവർ ബ്രോയിൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ നേരെ നടന്ന് സ്റ്റേഡിയത്തിലോട്ട് പോവാം. നമ്മളിവിടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണാനും കൂടി പോവുകയാണ്. പുള്ളിക്കാരി ഭയങ്കര കമ്പനിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളി മനുഷ്യ. ഇന്നലെ നമ്മൾ ഫുള്ള് അവരുടെ കൂടെ ആയിരുന്നു. ഇവിടെ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് മുഴക്കുവാണല്ലോ. സോ സൗണ്ട്. അഹോയ് അക്കോസോമാസ്. അഹോയ് അക്കോസോമാസ്. Thank you. Horałki, miłe, Okay. liczynki. ഇന്നലെ ബാറിൽ നിന്ന് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയതാണ്. പുള്ളിക്കാരി എനിക്ക് ഇതായിട്ട് തന്നതാണ് കേട്ടോ. താങ്ക് യു. ഇവിടെ ഒരു മനുഷ്യന്മാരുമില്ല. ഫുട്ബോൾ ഗ്രൗണ്ട് ഫുള്ള് കാലിയായിട്ട് കിടക്കുകയാണ്. കുറേ മ്യൂസിക് മാത്രം കേൾക്കാം. ഇവിടെ കുറേ പേരൊക്കെ ഇരുന്ന് ബിയർ കഴിക്കുന്നുണ്ട്. നമ്മുടെ കൊഫോളയുടെയും ബിയറിൻ്റെയും ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെയൊക്കെ കാണുന്നത്. ഇവിടെ പല ആളുകളും ബിയർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിയർ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവരുടെ. ഇവിടെ ഗൊലാഷ് എന്ന് പറയുന്ന ഇവരുടെ ട്രഡീഷണൽ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പൊട്ടാറ്റോയും മീറ്റും പന്നി ഇറച്ചിയും സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തുള്ള ഇതാണ്. ഓയിലിൻ്റെ ഇതാണല്ലോ ഫുള്ള്. ഓ നോ പോർക്ക് ഓൺലി കൗ. പോർക്കില്ല, അതിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, പശു മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. അതാണ്ട് കൗ ആണ് കേട്ടോ. കൗവും പിന്നെ പൊട്ടാറ്റോയും പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഇട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. അവര് അതിൽ കുറച്ച് നിറച്ചിട്ട് ആ കാണുന്ന ബ്രെഡും വെച്ചാണ് ഇവര് കഴിക്കുന്നത് കേട്ടോ. സാധാരണ ബ്രെഡാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇവിടെ എന്തോ ഒരു ലോക്കൽ മാച്ച് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഇരിപ്പിടത്തിലോട്ട് വന്ന് താണ്ടെ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരൻ ബിയർ കുടിക്കുന്നുണ്ട്. എനിക്ക് വയ്യാട്ടോ, എന്റെ വയറ് നിറഞ്ഞു. കൊഫോള കുടിക്കാൻ പോലെ എനിക്ക് സ്ഥലമില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് നമ്മുടെ ഈ ടൗൺ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ചെറിയ വേർ ആർ വി ഗോയിങ് ബ്രോ? Oh, to a historical part of town. And then you wanted to see cemetery, then I will show you the cemetery. നമ്മൾ കുറച്ച് ശവക്കല്ലറകളും ഇവിടുത്തെ പഴയ കാഴ്ചകളും ഹിസ്റ്റോറിക്കൽ പാർട്സ് ഒക്കെ നമ്മൾ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി നടക്കുവാണ്. ഹൗ ഓൾഡ് ഈസ് ദിസ് വില്ലേജ് ടൗൺ? It should be around 800 years old. 800 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. It was a very important mining town in medieval age because hills around are full of metals. But now it's a little expensive to mine it more, so mining mines are closed. പണ്ട് മെഡീവൽ സമയത്തൊക്കെ ഇത് ഒരു വലിയൊരു മൈനിങ്ങിന്റെ ടൗൺ ആയിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ധാരാളം മൈനിങ് ഉണ്ട്. കാരണം മലകളാൽ ചുറ്റപ്പെട്ട് സ്ഥലമാണ്. ഈ കാണുന്ന മലകൾക്കടിയിൽ എല്ലായിടത്തും നല്ല മിനറൽസും സംഭവങ്ങളാണ്. കാൽഷ്യം, പിന്നെ സിങ്ക്, പിന്നെ അയൺ, അങ്ങനത്തെ കോപ്പറുണ്ട് ധാരാളം. അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. സ്ലോവാക്യയിൽ ഒരു സ്ഥലത്ത് കുറച്ച് ഇവിടെ നിന്ന് 250 കിലോമീറ്റർ സഞ്ചരിച്ച ഒരു കോപ്പറിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റിക് പ്രദേശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ കഴിയും. ദിസ് ഈസ് വൺ. What you mean? The old one? No. കണ്ടപ്പോൾ ഇത് ഓൾഡ് പോലെ തോന്നി. But this church
is around 300 years old. That one. 300 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ആരാധനാലയ കേന്ദ്രമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. 300 വർഷമുണ്ട്, പക്ഷെ കണ്ടിട്ട് ആ ഒരു പഴക്കമൊന്നും തോന്നില്ല. തൊട്ടപ്പുറത്തായിട്ട് ഒരു റിനോവേഷൻ നടത്തുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ചർച്ചിൻ്റെ മുകളിലുള്ള കുരിശ് ഇങ്ങനെയാണ്. ഈ കാണുന്ന പള്ളികൾ കാണുമ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ജർമ്മനിയായിട്ട് കുറച്ച് സാമ്യമുണ്ട്, നമ്മുടെ ഓസ്ട്രിയ ആയിട്ട് കുറച്ച് സാമ്യമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ കുറേ ജനറേഷൻസ് ആയിട്ട് പണ്ട് കാലത്ത് ഇവിടെ ജർമ്മൻസ് ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നീട് അവരെല്ലാവരും ഏകദേശം 99% ജർമ്മൻകാരെയും ഇവിടെ നിന്ന് അടിച്ചോടിച്ചു അവർ തിരിച്ച് ജർമ്മനിയിലോട്ട് പോയി. അതാണ് സംഭവം. അതുകൊണ്ടാണ് ജർമ്മൻ ആർക്കിടെക്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പല ബിൽഡിങ്ങുകളിലും. മാത്രമല്ല, പണ്ട് ജർമ്മനിയിൽ ഈ ജൂതന്മാരെ എല്ലാവരെയും ഈ ജർമ്മനിക്കാർ കൊന്നൊടുക്കിയപ്പോൾ, അതായത് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ സമയത്ത് കൊന്നൊടുക്കിയപ്പോൾ ഇവിടെയുള്ള ഇതുപോലുള്ള രാജ്യങ്ങൾ കുറേ എന്താ പറയുക ബാൾട്ടൻ നേഷൻസ് ആയിരുന്നു ഈ ജൂതന്മാർക്കെല്ലാം അഭയം കൊടുത്തത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ജർമ്മൻ ഓസ്ട്രിയൻ ടച്ചിലുള്ള ബിൽഡിങ്സൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് ഇവാഞ്ചലിസ്റ്റ് ചർച്ചാണ്, അതായത് നമ്മുടെ നാട്ടിലെ ബെന്തിക്കോസ്റ്റ് അവരുടെ പള്ളിയാണ് ഈ കാണുന്നത്. പണ്ട് ബെന്തിക്കോസ്റ്റുകാർക്ക് ഇതുപോലെ ടവർ വെക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ പണ്ടത്തെ സമയത്ത് നമ്മുടെ കത്തോലിക്കൻ പള്ളികളിൽ മാത്രമേ ഇതുപോലെ ക്ലോക്ക് ടവർ പോലെ ഇവിടെ നമ്മുടെ ഇതുപോലുള്ള സംഭവങ്ങൾ നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കത്തോലിക്കൻ പള്ളിക്ക് ഇത് ഉള്ളതും തൊട്ടപ്പുറത്ത് കണ്ട നമ്മുടെ ബെന്തിക്കോസ്റ്റ് പള്ളിക്ക് അതില്ലായിരുന്നതും നമ്മുടെ കാരണം അതാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള വീടുകൾ, നല്ല രസമുള്ള പെയിൻറ്റുകൾ കേട്ടോ. അതാണ് ഇവിടുത്തെ കൂടുതൽ ഭംഗിയായി ആക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ഇതിലേക്കൂടെ നടന്നു പോവാണ്. ഇവിടെ ഒരു പൂച്ചക്കന്നു പോലും ഇല്ലല്ലോ, ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു പ്രേതാലയം പോലത്തുള്ള ടൗണ്. ഈ കാണുന്ന ഗോപുരത്തെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഗോപുരം എന്ന് പറയുന്ന വാക്ക് എൻ്റെ വായിൽ കിട്ടിയില്ല. നമ്മുടെ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ പള്ളിയിൽ 15 മിനിറ്റ് കൂടുമ്പോൾ ശബ്ദം ഉണ്ടായേനെ. പക്ഷെ ഇവിടെ ഒരു ശബ്ദവും ഇല്ല കേട്ടോ. ഇവിടെ ഞായറാഴ്ച മാത്രമേ അവർ തുറക്കാറുള്ളൂ. അതാണ് ഇവിടുത്തെ കാര്യം. ഇതാ നല്ല രസമുണ്ട്. ഫുള്ള് ചുറ്റപ്പെട്ട് കിടക്കുന്നത് മലകളും കൊണ്ടാണ് കേട്ടോ. മനോഹരം. ഇവിടെ ഈ ബിൽഡിങ്ങിൽ നമ്മുടെ സ്ലോവാക്യൻ ഫ്ലാഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ തൊട്ടടുത്ത് ഒരു കറുത്ത പതാക കേട്ടോ. അതായത് ഈ ഒരു ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആരോ ഒരാൾ മരിച്ചു, അതുകൊണ്ട് അവരുടെ കൊളീഗ്സ് വെച്ചതായിരിക്കണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോസ്റ്റിൽ കെട്ടി തൂക്കില്ലേ വീട്ടിൻ്റെ അടുത്ത്. പക്ഷേ ഇവിടെ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾ മരിച്ചാൽ അവരുടെ ആ ബിൽഡിങ്ങിൽ കെട്ടിത്തൂക്കും. അതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓൾഡ് ടൗണിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയപ്പം എല്ലാവരും വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. റെസ്റ്റിംഗ് ദിവസമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു പഴയ നഗരത്തിൻ്റെ ഓൾഡ് ടൗൺ ഹാളാണ് നിങ്ങളിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഓൾഡ് ടൗൺ ഹാളായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഒരു മൈനിങ് മ്യൂസിയമാണ്. ഞാൻ പറഞ്ഞതുപോലെ മൈനിങ് ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ടുള്ള ഒരു വരുമാനവും ഇവരുടെ ഒരു പ്രധാന ഒരു സംഭവം. അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതിമയാണ്, മൈൻ ചെയ്യുന്ന ഒരാളുടെ ഒരു ചിത്രമാണ് നമുക്കിവിടെ പ്രതിമയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൊട്ടടിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 10-20 വർഷമായിട്ട് മൈനിങ് ഇവിടെ നടക്കുന്നില്ലെങ്കിൽ പോലും മൈനിങ് ട്രഡീഷൻ ഇപ്പോഴും അതുപോലെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൈനിങ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ മൈനിങ് നടക്കാത്തത്. പണ്ട് കാലങ്ങളിൽ നല്ലതുപോലെ നടന്നിരുന്ന ഒരു സംഭവമാണ്. മനോഹരമായിട്ടുള്ള ഇത് ചെറിയൊരു എമർജൻസി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ പോലത്തെ സംഭവമാണ്. ഹോസ്പിറ്റലല്ല, ഒരു ക്ലിനിക്. ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പം മൈനിങ് ഒക്കെ നിർത്തിയത് കൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു കാണുന്ന വില്ലേജോ അല്ലെങ്കിൽ ടൗൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു സ്ഥലങ്ങളൊക്കെ എന്താ പറയുക മരിച്ച നിലയിൽ ഒരാളുകളും പേരുകളും ഇല്ലാത്ത പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുമ്പ് ഭയങ്കര ആക്റ്റീവായിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മൾ മല കയറി ഇവിടുത്തെ ഒരു പഴയ കാസ്റ്റലിലോട്ട് പോവാണ്. എല്ലാ വീട്ടിലും പട്ടികളുണ്ട്, പക്ഷെ മനുഷ്യന്മാരില്ല തോന്നുന്നു. അടിപൊളി കേട്ടോ. മുകളിലോട്ട് കയറുമ്പോൾ നല്ല മനോഹരം തോന്നുന്നുണ്ട്. വെൽക്കം ടു കാസ്റ്റൽ. ഫൈനലി നമ്മൾ കാസ്റ്റിലെത്തി. ഈ കാണുന്നതാണ് റിമൈൻസ്. കൊട്ടാരമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കുറച്ച് റിമൈനിങ്സ് മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം പണ്ട് ഇവിടെ കാസിലുണ്ടായിരുന്ന സമയത്ത് ആളുകൾ കാസിലെല്ലാം പൊളിഞ്ഞപ്പോൾ ആ ഒരു സമയമൊക്കെ പോയപ്പം ഈ കല്ലുകളെല്ലാം കൊണ്ട് താഴെ കൊണ്ടുപോയിട്ട് താഴെ വീടും വെച്ചു, കുറേ ബിൽഡിങ് വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നുമില്ലാതെ. ഇവിടെ പണ്ടത്തെ അവശേഷിപ്പുകളിൽ നിന്ന് കിട്ടിയ കുറേ സംഭവങ്ങളുടെ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ചെറിയ കുറച്ച് അവശേഷിപ്പുണ്ട്. ഈ കാണുന്ന ഭാഗത്തായിരുന്നു കേട്ടോ ഒരു വലിയൊരു കാസിൽ. അവിടെയും നമുക്ക് കുറച്ച് റിമൈനിങ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ ഉള്ള ആകെ കുറച്ച് ബാക്കി വരുന്ന ഭാഗങ്ങൾ. എനിക്കൊന്ന് ഒരു ടവർ പോലത്തെ ഉള്ള ഒരു സംഭവമായിരിക്കണം.
ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ച് മതിലുകളൊക്കെ കാണാൻ സാധിക്കും. സത്യത്തിൽ ഈ ഒരു കാസിൽ എങ്ങനെയായിരുന്നു എന്ന് പോലും ആർക്കും ഒരു കറക്റ്റ് ഒരു പിക്ചർ ഇല്ലാത്തതിൻ്റെ കാരണം അതിന് മുമ്പ് തന്നെ ഇത് പൊളിഞ്ഞു പോയി. എന്നിട്ട് ആളുകൾ ആ കല്ലൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ഒരു പിക്ചറില്ല. ബട്ട് കുറച്ച് ഇമാജിനേഷൻസ് മാത്രമുണ്ട്. ആ ഒരു ഇമാജിനേഷൻസിൽ തയ്യാറാക്കിയ കുറച്ച് പട്ടികയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ചിത്രമാണ് കേട്ടോ. നമുക്കൊരു ബ്ലൂ പ്രിൻ്റാണ് കാണാൻ സാധിക്കുന്നത് എങ്ങനെയായിരുന്നു പണ്ടത്തെ കാസിൽ എന്നുള്ളൊരു ഇമാജിനേഷൻ രൂപം. അങ്ങ് ദൂരെയായിട്ട് നമുക്കൊരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നില്ലേ? ആ കാണുന്നത് ജിപ്സികളുടെ സെറ്റിൽമെൻ്റ് ആണ്. ജിപ്സികൾ എന്ന് പറയുമ്പോൾ പണ്ട് പഴമകാലത്ത് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്. അവർ യൂറോപ്പിൽ വന്നവരാണ്. അതുകൊണ്ട് കുറച്ച് ബ്രൗൺ നിറത്തിലായിരിക്കും അവരുടെ നിറം. നമുക്ക് വളരെ ഈസി ആയിട്ട് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. പൊളിഞ്ഞു വീഴാനായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അവരുടെ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ജിപ്സി ആളുകളെ നമുക്ക് ഇവിടെ പലയിടത്തും കാണാൻ സാധിക്കും. അവരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രൈബ് പോലെയാണ് കണക്കാക്കുന്നത് പണ്ട് കാലഘട്ടത്തിൽ നിന്ന് വന്ന ആൾക്കാർ. ഈ കാണുന്നത് പഴയ കുറേ കെട്ടിടങ്ങളാണ്. ഇതായിരുന്നു നമ്മുടെ പഴയ ടൗണ്. തൊട്ടപ്പുറത്ത് പുതുതായിട്ട് നമ്മൾ താമസിക്കുന്ന അവിടെയാണ് കേട്ടോ. ഇതാണ് പുതുതായിട്ട് ആളുകളൊക്കെ താമസിക്കുന്ന ഒരിടം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. പണ്ട് ഇതൊക്കെ ഫാം ഫീൽഡായിരുന്നു. ഇപ്പോൾ അവിടെ വീടുകളൊക്കെ ആയി. ഇവിടെ നിന്നുള്ള ഒരു പനോരമ വ്യൂ ആണ്. നമ്മുടെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ക്യാമറ ഇല്ലേ, അതാണ് കേട്ടോ പോകുന്നത്. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ക്യാമറ. അവർ കാണുന്ന മുക്കും മൂലയെല്ലാം ഓട്ടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ സ്ലോട്ടർ ഹൗസാണ്. സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്ന സമ്പ്രദായം യൂറോപ്പിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് അവർ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്ത് കൊല്ലുന്നത്. ഇവിടെ പോയാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് വാങ്ങാൻ സാധിക്കും. അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ സ്ലൊവേക്കിയൻ ഫ്ലാഗിൻ്റെ ഒരു സിമ്പലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സംഭവം ഇത് നമ്മുടെ റഷ്യൻ ഫ്ലാഗിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്ലൊവേക്കിയൻ ഫ്ലാഗായി. ഇതാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ചരിച്ച ട്രെയിനൊക്കെയാണ്. ഇവിടെ നമുക്ക് പഴയ ഒരു 19-ാം നൂറ്റാണ്ടിലെ ഒരു സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ബ്രിഡ്ജ് കാണാൻ സാധിക്കും. അതിപ്പോഴും നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട്. നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. വണ്ടികളൊന്നും പോവില്ല കേട്ടോ. ബൈക്കുകളും കാറുകൾ ഇങ്ങോട്ട് കയറ്റാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ചെറിയൊരു ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയല്ല, ഒരു ചെറിയൊരു ചാലാണ് കേട്ടോ. പഴയ ബ്രിഡ്ജാണ് കേട്ടോ. അതിപ്പോഴും നമുക്ക് നല്ലതുപോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ. ഇവിടെ ബ്രിഡ്ജിൻ്റെ പഴക്കം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കമ്മൻ നിഭി സ്റ്റോൺ ബ്രിഡ്ജ് മെയ്ഡ് ഇൻ 1837. 1837 ഉണ്ടാക്കിയ സ്റ്റോൺ ബ്രിഡ്ജാണ്. To her, there is big possibility the parents will take that money. നമ്മളിപ്പോൾ കണ്ട രണ്ട് കുട്ടികളില്ലേ, അവരും ജിപ്സീസ് ആയിരുന്നു. അവർ നമ്മുടെ അടുത്ത് വന്ന് കാശ് വയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവർ വന്നിങ്ങനെ ഭിക്ഷ യാചിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ബാക്ക് ടു ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് നമ്മൾ തിരികെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഇവിടുത്തെ പോലീസുകാരുടെ ഡ്രസ്സ് നല്ല രസമുണ്ട്. ഇത് ലോക്കൽ പോലീസാണ് കേട്ടോ. ഈ കളറ് ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് ആണെങ്കിൽ പച്ച കളറാണ്. ഇത് സിറ്റി പോലീസ് ആയതുകൊണ്ടാണ് നീല കളർ. നമ്മൾ ഗൊലാഷ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഗൊലാഷിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ ബ്രെഡും ഉണ്ട്. ഞാനിതെങ്ങനെയാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ബീഫ് ഭയങ്കര വെന്തിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് കേട്ടോ. സോ നൈസ്. ഗുഡ്. സോ നൈസ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാനുള്ളത്. ഇവിടെ ആക്ച്വലി പൊട്ടാറ്റോ ഭയങ്കര ഫേമസ് ആണ്. പൊട്ടാറ്റോ വന്നത് പെറു എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. പണ്ട് ഇവിടെ ഉള്ള ആളുകൾ അണ്ടർ റൂട്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കില്ലായിരുന്നു. അവർക്ക് പേടിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇവിടെ പട്ടിണി ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ അവരെ അടിച്ചേൽപ്പിച്ച് ആക്കിയതാണ് ഈ ഒരു എന്താ പറയുക പൊട്ടാറ്റോ. അങ്ങനെയാണ് പിന്നീട് പെട്ടെന്ന് വളരും. ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് വളരുന്ന ഒരു സംഭവമായി പൊട്ടാറ്റോ മാറിയത് കൊണ്ടാണ് പിന്നെ ആ പൊട്ടാറ്റോ ഇവർ അഡാപ്റ്റ് ചെയ്ത് ഇവിടെ എല്ലാം പൊട്ടാറ്റോ ഫേമസ് ആയി. പോളണ്ടിൽ പോയാലും ഫുള്ള് പൊട്ടാറ്റോയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് പൊട്ടാറ്റോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാതെ തന്നെ എനിക്ക് കഫോള വാങ്ങിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ പുള്ളിക്കാരൻ. ആക്ച്വലി സ്ലോവാക്കിയൻസ് എന്നെ എല്ലാ ദിവസവും ഇംപ്രസ് ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാം. ഹൗ വി സേ ചിയേഴ്സ്? നസ്രാവിയ. ഇത് കൊഫോള കമ്മ്യൂണിസത്തിൻ്റെ സമയത്ത് ചെക്കോസ്ലാവിയ കാലഘട്ടത്ത് അവർ
ക്യാപിറ്റലിസത്തിനെ ഒഴിവാക്കാൻ വേണ്ടി കൊക്കക്കോളയുടെ ക്യാപിറ്റലിസം നിർത്താൻ വേണ്ടി കമ്മ്യൂണിസം ഉണ്ടാക്കിയ ഒരു കൊക്കോളയാണ്. അതിപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊക്കക്കോളയ്ക്ക് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കൊക്കോള. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമായിരുന്നു. കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നിരുന്നത്, അതെ ഞാൻ നേരത്തെയും ഇതിനെ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ലോക്കൽ വന്നിട്ട് ഹായ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇത് അവിടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു വന്ന് ഞാൻ വായിച്ചു തരാമെന്നുള്ള രീതിയിൽ ആക്ച്വലി സ്ലോവാക്കിയയിൽ ഞാൻ കണ്ടു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ഓസ്ട്രേലിയയിലോട്ടോ ജർമ്മനിയിലോട്ടൊക്കെ പോയി ഇങ്ങനെ ലോക്കൽസ് നമ്മളെ അടുത്ത് പെരുമാറുന്നത് നമ്മൾ കാണാൻ സാധിക്കില്ല. കാരണം അവർ കുറച്ചും കൂടെ കോൾഡാണ്, ഇവർ കുറച്ചും കൂടെ എന്താ പറയുക വാമാണെന്ന് വേണമെങ്കിൽ പറയാം. To see you guys, you know. Yeah? Okay, come to with me. Come to with me. I met you. I want to show you something. Me no pee. Only this one is okay. Oh, this is not. Coca-Cola. This is not. ഞാൻ ഒരു കൊഫോള കുടിച്ചേ ഉള്ളൂ. അടുത്ത വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വെറുതെയാണ്. ചാവ് ചാവ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ലോക്കൽസ് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണാത്ത കുറേ കാഴ്ചകൾ സത്യത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ പേരുണ്ടല്ലോ ഇപ്പോൾ ഗാലറിയിൽ. ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ലോക്കൽ ടീമും മറ്റ് വേറെ ഏതോ ഒരു ടീമുമായിട്ടാണ് ഇവിടെ കളി നടക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ഗല്ലിയൊക്കെ തോക്കാറായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആക്ച്വലി ഇവരുടെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇതെന്ന് പറയുമ്പോൾ ഐസ് ഹോക്കിയാണ്. ഐസ് ഹോക്കി വിൻ്റർ സമയത്ത് വന്നാൽ ഐസ് ഹോക്കി കാണാൻ കഴിയും. അതാണ് ഇവരുടെ നാഷണൽ ഗെയിം. അതാണ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ള ഇതാക്കുന്നത്. എനിക്ക് ഇത് ലാസ്റ്റ് കുടിച്ച് പല്ല് തണുപ്പിക്കുന്നു കേട്ടോ. വരുന്ന ആൾക്കാരെല്ലാവരും ഒരു കപ്പ് ബിയറും കൊണ്ടാണ് നടന്ന് വരുന്നത്. ബിയർ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവം. ഹലോ. ഇവിടെയുള്ള ഈവൻ കുട്ടികൾ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മൾ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ പോയാൽ കുട്ടികൾ പോലും ഇത്ര ഫ്രണ്ട്ലി ആയിരിക്കില്ല. ഞാൻ ആക്ച്വലി കൂടുതൽ ചിലപ്പോൾ ഓവറായിട്ടൊക്കെ പറഞ്ഞാവും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്യുന്നതല്ല. എല്ലാവരും അല്ലെങ്കിൽ പോലും എന്നാലും എൻ്റെ അടുത്ത് നേരത്തെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വന്ന് നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ നീങ്ങി എൻ്റെ അടുത്തൊക്കെ കണ്ടില്ലേ. വാട്ട്സ് യുവർ നെയിം? Tail. What's your name? Give me hands. ഇങ്ങനെയല്ല, ഇങ്ങനെ ലൈക്ക് ദിസ്. അവിടെ നാണമാണ് കേട്ടോ. നാണം മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത്. ഞാൻ ചെറുക്കന് കൊഫോളോ എടുത്തപ്പോൾ അവൻ്റെ ഗ്ലാസ് എനിക്ക് ഓഫർ ചെയ്ത കേട്ടോ. എന്ത് ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. ഷൈ ആണ് കേട്ടോ. സംസാരിക്കാൻ വയ്യ, മാറിയിരിക്കുകയാണ്. ഗുഡ്. രണ്ടെണ്ണം കൂടെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മളെ കൂടെ വരുവാണ് കേട്ടോ. ഞാനുള്ളതുകൊണ്ട് അവർ ബ്രോൻ്റെ അടുത്ത് പറയാൻ ഞങ്ങളെ വരുന്നു എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചിട്ട് തന്നെ നമ്മളോട് നടന്ന് വരുവാണ്. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പുള്ളി ഒരു ട്രഡീഷണൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എനിക്ക് വേണ്ടി. പുള്ളിക്ക് എൻ്റെ വീട്ടിലെ കിച്ചണിലുള്ള ഇത് നോക്കിക്കുക, ഫ്രിഡ്ജ് മാഗ്നറ്റ് നോക്കിക്കുക. ഒരു ഫ്രിഡ്ജ് മുഴുവൻ ഇതുപോലെ ഇങ്ങനെ മാഗ്നറ്റ് ഒട്ടിച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അവിടെ പുള്ളിക്കാരൻ ഇവിടെ പൊട്ടാറ്റോ പുഴുങ്ങായിട്ടിട്ട് അതാക്കുവാണ് കേട്ടോ. അയക്കാട്ട് ഹലോ. വെൽക്കം. ഈ കാണുന്ന ഇവിടെ ഇരിക്കുന്ന ഈ സംഭവങ്ങളില്ലേ, ഇത് നമ്മുടെ ഗ്രീക്ക് ദൈവന്മാരാണ്. അതായത് പണ്ട് ക്രിസ്ത്യാനിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ ഗ്രീക്ക് ദേവൻ, ഇതാണ് നമ്മുടെ ഗ്രീക്ക് ദൈവം. ഗ്രീക്ക് ദൈവത്തിന്റെ ഒരു ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ സ്ലൊവാക്കിലെ ദൈവങ്ങളാണ്. പണ്ട് ലോകത്തെല്ലായിടത്തും ഐഡിയൽ വർഷിപ്പ് ആയിരുന്നല്ലോ. ക്രിസ്ത്യാനിറ്റിയും ജൂതമതവും എബ്രഹാമിക് റിലീജിയൻസ് ആയിട്ടുള്ള ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതിന്റെ ദൈവങ്ങളാണ് കേട്ടോ, സ്ലൊവാക്യൻ ദൈവങ്ങളാണ് ഈ കാണുന്നത്. പൊട്ടാറ്റോയിൽ കുറച്ച് മുട്ടയും കൂടെ ഇട്ട് അതിനെ പിതുക്കി അമുക്കി അതിൽ ഏതോ ഒരു പൊടി ഇട്ടിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലോർ ഈസ് ദാറ്റ്? I think it's English all-kind flour or all-purpose flour. ഓൾ പർപ്പസ് ഫ്ലോർ, എല്ലാത്തിനും ഉപയോഗിക്കുന്ന എന്തോ ഒരു ഫ്ലോർ എന്നാണ് പുള്ളി പറഞ്ഞത്. അതും എടുത്തിട്ടിട്ടുണ്ട്. പുള്ളി അതിലെന്തോ ചെയ്യുവാണ്, അതിൽ പരത്തിക്കൊണ്ട് എന്തോ ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ വാട്ട്സ് എ ഡിഷ് നെയിം ബ്രോ? ഷുലാൻസെ ഉണ്ടാക്കുവാണ്. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് വരുത്തുന്ന പോലത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. It is made by potato dough. പൊട്ടാറ്റോയിൽ ഉണ്ടാക്കുന്ന ഷുലാൻസെ. And you just
make. You cut? You just cut? Yes, for these little pieces. ചെറിയ പീസുകളിലായിട്ട് അത് മുറിക്കുന്നുണ്ട്. I think it could be translated in English like rollers or something like that. Yes, because you just roll the dough. ഇനി ഇതിനെ ആ ചൂട് അപ്പുറത്ത് വെള്ളം ചൂടാക്കുന്നുണ്ട്. ആ ചൂട് വെള്ളത്തിൽ അതിനെ എടുത്തിടും. ആ സമയം കൊണ്ട് പുള്ളിക്കാരെ ഇതുപോലെ ആക്കും. ഷുറാൻസ് ബോയിൽ ചെയ്തിട്ട് പുള്ളിക്കാരൻ ബട്ടർ അവിടെ ചൂടാക്കുവാണ്. Yes, this is potato dough boiled in water. ചൂടാക്കിയ പൊട്ടാറ്റോ ദഫ് അതിന്റെ കൂടെ വാട്ട് ഈസ് ദാറ്റ്? റവ. It's like it's like all the bread. ഇത് റവയാണ്. റവ ഇതില് മിക്സ് ചെയ്തു. എനിക്ക് with butter. ബട്ടറിൽ റവ മിക്സ് ചെയ്തു. ഇനി അതിലിടുവാണ് കേട്ടോ. നൗ യു വിൽ മിക്സ്. ഇനി അത് മിക്സ് ചെയ്യും ഇവര്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം ഇതാ നമ്മളെല്ലാവരുടെ കൂടെ ടേബിളിൽ ഇരുന്ന് ഇവിടെ കഴിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി സേ അടിപൊളി. അടിപൊളി 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 അടിപൊളി. ആ ഓക്കെ. അങ്ങനെ അവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവര് പോവാണ്. നമ്മുടെ ബ്രോ അവരെ കൊണ്ടാക്കി വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ചാവോ ചാവോ. ഹലോ കിഡ്സ്. അവരതിന്റെ ഇടയിലിരിക്കണം. ചാവോ ചാവോ. ദിസ് ഡു ദിസ്. ചാവോ. നമ്മുടെ ബ്രോന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവസാനം. ബ്രോന്റെ ഗേൾ ഫ്രണ്ടും ബ്രോയും കൂടിയാണ് ലാസ്റ്റ് ഇന്ത്യയിലോട്ടൊക്കെ പോയത്. നമ്മളിവിടെ ഒരു മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇരുട്ടായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയത് ഒന്നിനും അല്ല, കുടിക്കാൻ വേണ്ടി പോകാനാണ്. ഇപ്പൊ തൊട്ടപ്പുറത്ത് കൂടെ ഒരാൾ നടന്നു വന്നപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കയ്യിൽ ഫുള്ള് ഇങ്ങനെ ബീറും കൊണ്ട് പോവുകയാണ് കേട്ടോ. ഫുള്ള് അതാണ് ഇവരുടെ ഒരു സംഭവം. ഇവിടെ നമ്മുടെ ബ്രോന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഹായ്. അഹോയ് ഗേൾ ഫ്രണ്ട് അഹോയ്. Tell me about you. You can introduce yourself. Hi, I am Sasha or Alex, it doesn't matter, and yeah, I am from High Tatras, from Slovakia, but now we are in Gelnica, and yeah, I don't know what else to say about me. How was your Indian experience? Yeah, it was great. I would like to return to India one day. To see Kerala. Yeah, and to see like also other regions, because we were there for like 2 weeks. Okay. So it's not so much time to see such a big country. Yeah. And such a rich country in culture. Yeah, so it was a great experience. People are nice. Okay. Food is great. Okay. Yeah. Food is great. Okay. Yeah. Okay. Anyway, welcome to Kerala. Yeah. Okay. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നമ്മൾ 3 പേരും കൂടെ നമ്മൾ കഫേയിലോട്ട് പോവാണ്. നമ്മൾ ബാറിലോട്ട് പോവാണ് നടന്ന്. എൻ്റെ അടുത്ത് ഈ ഒരു പയ്യൻ വന്നിട്ട് അവൻ തൊട്ടടുത്ത് വന്നിട്ട് 1 2 3 4 5 6 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇംഗ്ലീഷ് എൻ്റെ അടുത്ത് സംസാരിക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ 1 2 3 4 5 6 എന്ന് പറയുന്നത്. നല്ലൊരു ക്യൂട്ട് ചെക്കൻ. സേ 1 2 3 4 5 6. Powiedz jeszcze raz. 1, 2, 3, 4, 5, 6, 8, 9, 10. O, super, dobry. A ko so much? Dobre, Ciao. നമ്മളിവിടെ ഒരു ചെറിയൊരു ബാറിലോട്ട് വന്നിട്ടുണ്ട്. It's so big tea. No. Look here. Oh, sorry. This is cold. ഇതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ചായപ്പോട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ ഗ്ലാസ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ അയ്യോ നല്ല ചൂട്. എൻ്റെ അമ്മ ഒരു ഇവരുടെ എന്തോ ഹെർബൽ ടീ ആണ് കേട്ടോ. ഞാൻ തൊണ്ടയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത കഴിഞ്ഞ ദിവസം വന്ന അതേ സെയിം ബാറാണ്. അപ്പോൾ എന്തായാലും നല്ല ടയേർഡായി കേട്ടോ. ഞാൻ വേറൊരു സ്ഥലത്താണ് എവിടെയെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.